മലയാളികളിൽ ഏറ്റവും അധികം വേദന പകർന്ന ഒരു സന്ദേശമാണ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയുടെ മരണം. ഏകദേശം 57 വയസ്സ് മാത്രം പ്രായമുള്ള ആ വലിയൊരു മനുഷ്യൻ, വലിയ ഹൃദയമുള്ള, മറ്റുള്ളവരെ അവരുടെ വേദനകൾ നോക്കിക്കാണുന്ന, തന്നാലാവുന്ന സഹായങ്ങൾ ചെയ്തിരുന്ന ആ വലിയ മനുഷ്യൻ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡിനിടെ സ്വയം വെടിയുതിർത്ത് മരിച്ചു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടത്. വളരെ വേദന ഉളവാക്കുന്ന ഒരു സന്ദേശമാണെങ്കിലും എന്താണ് ഇതിനകത്ത് സംഭവിച്ചത്? കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ട്രസ്റ്റ് ഓർ സ്ട്രോങ് ബിലീവ് ഇൻ സംബഡി ഓർ സംതിങ്. അതാണ് ശരിക്കും കോൺഫിഡൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ട്രസ്റ്റ് ഓർ സ്ട്രോങ് ബിലീവ് ഇൻ സംബഡി ഓർ സംതിങ്. ഇപ്പം ചില കാര്യങ്ങളിലോ ചിലരിലോ ഉള്ള ഒരു സ്ട്രോങ് ബിലീഫ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭയങ്കര ശക്തമായൊരു അവസ്ഥയ്ക്കാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കോൺഫിഡൻസ് അത് വളരെ ആൾക്കാരിൽ ഇല്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ തന്നെ ഉള്ളവരിൽ അത് നന്നായിട്ട് പ്രവർത്തിക്കപ്പെടുന്നതുമായിട്ടുള്ളൊരു സംഭവമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഈ ആത്മവിശ്വാസം എന്നത് നിങ്ങളുടെ കഴിവുകളെയും നിങ്ങളുടെ താലന്തുകളെയും കുറിച്ചുള്ള ഒരു മനോഭാവമാണ്. അതിനർത്ഥം നിങ്ങൾ സ്വയം അംഗീകരിക്കപ്പെടുകയും വിശ്വസിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിയന്ത്രണ ബോധം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. നിങ്ങളുടെ ശക്തിയും ബലഹീനതയും നിങ്ങൾക്ക് നന്നായി അറിയാം. കൂടാതെ നിങ്ങളെക്കുറിച്ച് ഒരു പോസിറ്റീവ് വീക്ഷണവും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ യാഥാർത്ഥ്യബോധമുള്ള പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും സ്ഥാപിക്കുന്നു, ഉറച്ചു നിൽക്കുന്നു, വിമർശനങ്ങളെ നേരിടുവാൻ, എതിർക്കുവാൻ കഴിയുന്നു. ഇതൊക്കെയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിന് ഒരു പേര് ലഭിച്ചത് ഇങ്ങനെ തന്നെയാണ്, കോൺഫിഡൻസ് റോയ്. ഏതൊരു വിഷയത്തെയും മനക്കരുത്തോടെ നോക്കിക്കാണാൻ കഴിയുന്ന അതിസമർത്ഥനായ, ചങ്കുറപ്പുള്ള എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു കോൺഫിഡൻസ് റോയ്. അദ്ദേഹത്തെ മാനസികമായി എങ്ങനെ സമ്മർദ്ദത്തിലാക്കിയെന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടതും നമ്മൾ അറിഞ്ഞതുമായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അദ്ദേഹം തൻ്റെ ബിസിനസ്സിൻ്റെ ആരംഭം തന്നെ തൻ്റെ അമ്മ, ഏകദേശം തനിക്ക് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ തൻ്റെ അമ്മ ചെയ്തിരുന്ന ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും നോക്കിയിരുന്ന ഒരു മനുഷ്യൻ. ചെറുപ്പത്തിൽ തന്നെ താൻ അതിൽ ടേസ്റ്റായി. അങ്ങനെ വളർന്ന് തൻ്റെ പഠനം കഴിഞ്ഞ്, തൻ്റെ വിവാഹം കഴിഞ്ഞ് താൻ എടുക്കുന്ന ഒരു 800 മാരുതി 800 വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതെല്ലാം ഏകദേശം അത് തിരിച്ചെടുക്കുന്നതും 10 ലക്ഷം രൂപ കൊടുത്ത് അത് ഓഫർ ചെയ്ത് ആ വണ്ടി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയും അത് ലഭിച്ചതിൽ ഏകദേശം 10 ലക്ഷം രൂപ അതിന് മുടക്കി, അത് ആരുടെ കയ്യിലായിരുന്നു ഇരുന്ന ആ വ്യക്തി ഒരു രോഗിയായിരുന്നു. അദ്ദേഹത്തിന് 8 ലക്ഷം രൂപയോളം അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തി എന്നൊക്കെ ഈ കഴിഞ്ഞ ദിവസത്തെ തന്നോടുള്ള ഇൻ്റർവ്യൂവിൽ കേൾക്കാൻ കഴിയും. പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് അസാധാരണമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പല സന്ദർഭത്തിലും അദ്ദേഹം ഒരു വലിയ മനക്കരുത്തുള്ള മനുഷ്യനായിട്ട് തന്നെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കേൾക്കാൻ കഴിയും. അദ്ദേഹം കാറുകൾ വാങ്ങി, ഒരു ഫ്ലൈറ്റ് വാങ്ങി, ആ ഫ്ലൈറ്റിൽ ഒരു കുട്ടിയുടെ ഹൃദയ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് തൻ്റെ ഫ്ലൈറ്റിലാണ് ആ ഹൃദയം കൊണ്ടുപോയത് എന്ന് താൻ പറയുന്നു. അപ്പോൾ എത്രയും അധികം ഗുണകരമായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എത്രയോ പേർക്ക് ദാനധർമ്മങ്ങൾ നൽകി, എത്രയോ വ്യക്തികളുടെ അത്താഴപ്പട്ടിണികൾ മാറ്റി, എത്രയോ പേർക്ക് താൻ അത്താണിയായി മാറി, 10,000 കണക്കിന് ആൾക്കാർ തൻ്റെ ചെലവിൽ
അല്ലെങ്കിൽ താൻ കൊടുക്കുന്ന ജോലിയിൽ ശമ്പളം വാങ്ങി കുടുംബം കഴിയുന്നു. ഇത്രയൊക്കെയുള്ള ഒരു വലിയ മനുഷ്യൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹം സ്വയം വെടിയുതിർത്ത് മരിച്ചു. ആ തോക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു ശത്രുവിൽ നിന്ന് തനിക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് തൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കരുതിയിരുന്നൊരായുധമാണ്. പക്ഷെങ്കിൽ എന്ത് സംഭവിച്ചേ? ആ തോക്കുകൊണ്ട് തന്നെ താൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. എത്ര വേദനയുള്ള, എത്ര ദുഃഖകരമായ ഒരു അനുഭവമാണ്. അദ്ദേഹമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ബ്ലഡിൻ്റെ സ്ഥാനത്ത് പണം ഉപയോഗമല്ല, അവിടെ ബ്ലഡ് തന്നെ നമുക്ക് ആവശ്യമാണ്. ഏതൊരു സാഹചര്യത്തിലും പണം എന്നത് മാത്രം കൊണ്ട് ജീവിക്കാൻ കഴിയും എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. അത്രയും വലിയ ഒരു ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ പണമല്ല എല്ലാം, അതിൻ്റെ പുറകിൽ പണം കൊണ്ട് നേടാൻ കഴിയാത്തത് ഉണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞൊരു സത്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. തൻ്റെ ഫ്ലൈറ്റിൽ താൻ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ഫ്ലൈറ്റ് കംപ്ലൈൻ്റായി അത് അപകടത്തിൽപ്പെടുന്നു എന്ന് തോന്നിയാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ ഡാൻസ് ചെയ്യും, ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും, എനിക്കതിൽ നല്ല ഉറപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ പോലും അദ്ദേഹം ഒരു മരണത്തെ അതിധൈര്യമായിട്ട് താൻ ഫേസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിനുള്ള തൻ്റെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്തായിരുന്നു സംഭവിച്ചത്? വളരെ പെട്ടെന്ന് ഉണ്ടായ ആ ഒരു സമയത്ത് താൻ മറ്റുള്ളവരിൽ നിന്ന് രക്ഷ നേടാനുണ്ടായിരുന്ന തൻ്റെ ആയുധം തന്നെ തനിക്ക് വിനയായി മാറി. അദ്ദേഹം മരിച്ചു. അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇതിൽ നിന്ന് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ഈ ലോകത്തിലൊരു മനുഷ്യൻ ലോകം മുഴുവനും നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവനൊരു പ്രയോജനമില്ല. മനുഷ്യരെല്ലാവരും പണം എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന ഒരു ചിന്താഗതിയിൽ ജീവിക്കുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ട്. പണം ആവശ്യമല്ല എന്നല്ല ഞാൻ പറയുന്നത്. പണം വേണം, പണം ഉണ്ടെങ്കിലേ നമുക്ക് കഴിയും. പക്ഷെ പണമാണ് ദൈവം എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ പരാജയപ്പെടുകയാണ്. ഒരു സ്വയസമാധാനമോ അല്ലെങ്കിൽ സ്വയം നിയന്ത്രണമോ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒന്ന് എല്ലാ മേഖലയിലും നമുക്ക് എല്ലായ്പ്പോഴും പ്രയോജനപ്പെട്ടു എന്ന് വരില്ല. അവിടേക്കാണ് ദൈവത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് മനസ്സ് മറിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ആയിട്ടൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾക്ക് സംഭവിക്കുന്നത് ഒരു മരണമായിരിക്കാം, അല്ലെങ്കിൽ സ്വയത്തകർച്ചയായിരിക്കാം. പക്ഷെ അവിടെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസവും സമർപ്പണവുമാണ്. അപ്പം നമുക്ക് നന്നായിട്ട് ദൈവത്തിൽ സമർപ്പിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും കഴിയുന്ന ഒരു നല്ല അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പല മേഖലയിലും ജയിക്കാൻ കഴിയും. ആ ബഹുമാന്യനായിരിക്കുന്ന മനുഷ്യൻ അതിൽ കുറവായിരുന്നു എന്നല്ല, അദ്ദേഹത്തിന് നല്ല ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം തികഞ്ഞ ഒരു ദൈവ മനുഷ്യനായി തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. പക്ഷെങ്കിലൊരു പ്രത്യേക സമയത്തിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം അദ്ദേഹം തന്നെ തീരുമാനിച്ചു എന്നുള്ളതാണ്. ബൈബിളിനകത്ത് പറയുന്നൊരു ഭാഗമുണ്ട്: മനുഷ്യൻ എന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിന് ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ഈ ശരീരം നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. ദൈവം എന്ന് നമ്മളെ വിളിക്കുന്നുവോ അന്നാണ് നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടത്. അതിനു മുമ്പ് ഈ ശരീരം നശിപ്പിക്കാൻ നമുക്ക് അനുവാദമില്ല എന്നുള്ളതാണ്. ഇതിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, ഇതുപോലുള്ള സന്ദർഭങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ കടന്നു വരാം. അപ്പോഴൊക്കെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് നമ്മൾ ദൈവത്തിൽ ആ കോൺഫിഡൻസ് നമുക്കാക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ വിജയം വളരെ വലുതായിരിക്കും. കാരണം ഇതുപോലെയുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമ്മളോടൊപ്പം
ഒരു സർവശക്തനായ ദൈവമുണ്ട് എന്നൊരു കോൺഫിഡൻസ് നമുക്ക് വലിയ വിജയമായിരിക്കും. അദ്ദേഹം എടുത്ത അതേ സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് തോൽവിയാണ്, അത് പരാജയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ ഒരു വലിയ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബത്തോടുള്ള പ്രത്യാശയും ദുഃഖവും അനുശോചനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ സംഭരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.